ഹലോ, ഇന്ന് നമ്മളൊരു കൂന്തൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂന്തൽ വറവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഇവിടെ ഇപ്പോൾ ചെറിയ കൂന്തലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലൊന്ന് മുറിച്ച് വാഷ് ചെയ്തൊക്കെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇത്രയാണ് കൂന്തൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് 2 സവാള, ഒരു തക്കാളി, 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കൂന്തലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 20 മിനിറ്റ് വേവാൻ വെക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല നോക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 10 മുളക്, ചെറിയ മുളക് 5, വലിയ മുളക് 5 ഇട്ട് കൊടുക്കാം. പുളി ഇനി മിക്സിയിൽ അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് വേവാൻ വെക്കാം. അപ്പോൾ ഏകദേശം നമ്മളെ കൂന്തൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ ജീരകം, 4 വെളുത്തുള്ളി ചതച്ചെടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കൂന്തൽ വറവ് ഇവിടെ റെഡിയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ലാസ്റ്റ് നമ്മൾ കറി ലീവ്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂന്തൽ വറവ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഭയങ്കര ടേസ്റ്റി ഒരു കറിയും കൂടിയാണ്. താങ്ക് യു.